അപ്പോൾ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമ്മളങ്ങനെ തിരൂരിൻ്റെ സ്വന്തം മണ്ണിലെത്തിയിരിക്കുകയാണ്. ഈ അടുത്തിടെ ഓപ്പൺ ചെയ്ത CNC തിയേറ്റർ ഉണ്ടല്ലോ, അതാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ ബിൽഡിങ്ങിലേക്ക് നോക്കുന്ന സമയത്ത് ഈ ബിൽഡിംഗ് ഒരു പാറ പോലെ വലുതാക്കി ഇരിക്കുകയാണ് എൻ്റെ നമ്മളെ വീഡിയോ എടുക്കുന്ന ഫ്രണ്ടിനോട് പറയുന്നത്. ഏറ്റവും ഫസ്റ്റ് നമുക്ക് CNC എന്ന് എഴുതിയിട്ടുണ്ട്. ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് ലെറ്ററിലാണ് കൊടുത്തിരുന്നത്. പഴയൊരു ഫിലിമിൻ്റെ മോഡൽ CNC സിനിമാസ് ആണ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതേപോലെ തന്നെ ഡോൾബി അറ്റ്മോസ്, ഡോൾബിയുടെ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. വേറെ പ്രത്യേകിച്ച് നമുക്ക് ACP ഷീറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക രീതിയിൽ ആർഭാടങ്ങളൊന്നും കൊടുത്തില്ല. ഒരു ആർച്ച് രീതിയിലാണ് ഇവിടെ നമുക്ക് ACP വർക്ക് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഗ്ലാസ് ഡോറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ആർഭാടങ്ങളൊന്നും ഇല്ലാണ്ട് ഈ ഒരു ബിൽഡിങ്ങിനെ പരന്നു കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉള്ളിൽ എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. അപ്പോൾ കേൾട്ടോ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ CNCയുടെ നമുക്ക് പാർക്കൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഉള്ളിലോട്ട് കയറുക കേട്ടോ. ഉള്ളിലോട്ട് കയറുന്ന സമയത്ത് നമുക്കിവിടെ ബോക്സ് ഓഫീസ് കാണാം. CNC എന്ന് പറഞ്ഞൊരു വാംലൈറ്റ് LED നമ്മൾ പഴയ സിനിമ റീലിൻ്റെ ഒരു ഇതിൽ വാംലൈറ്റ് LED CNC എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ടിക്കറ്റ് നമ്മൾ ഒരു റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2 കൗണ്ടറിലൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ടിക്കറ്റ് റേറ്റ് 350, 200, 150 അങ്ങനെ 3 കാറ്റഗറിയിൽപ്പെട്ട സീറ്റുകളുടെ എല്ലാ എമൗണ്ടും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ Paytmൻ്റെ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. നമുക്കിവിടെ അവാർഡിൻ്റെ സംവിധാനങ്ങൾ കൊടുത്ത എല്ലാ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇവിടെ നല്ലൊരു ഇരിപ്പിട ആ ഭാഗത്ത് ടൈൽസൊക്കെ കൊടുത്തിട്ട് നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ അത്യാവശ്യം ചെടികളൊക്കെ കൊടുത്ത് ഈ പിന്നെ ഭാഗത്തിനെ മനോഹരമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്രണവ് മോഹൻലാലിൻ്റെ സിനിമേൻ്റെയും അതേപോലെ തന്നെ പെറ്റ് ഡിറ്റക്റ്റീവ് എന്നുള്ള ആ ഫിലിമിൻ്റെയൊക്കെ ചെറിയ ചെറിയ പോസ്റ്ററുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഇരിക്കാനുള്ള ഒരു ടൈൽസൊക്കെ വിരിച്ച് നല്ല ഒരു ചെറിയൊരു ലോബി, ഇവിടെ ഒരു പ്രത്യേക ലുക്കിലാണ് ലോബി കൊടുത്തിരിക്കുന്നത്. ഈ ലോബിയിൽ തന്നെ മൊത്തത്തിൽ ഒരു പിന്നെ യെല്ലോ കളറുള്ള ഡിസൈനാണ്, പെയിൻറ്റ് ആണ് അടിച്ചിരിക്കുന്നത്. പിന്നെ അതേപോലെ നമുക്ക് അവിടെ തന്നെ കാണാം ഇപ്പോൾ CNCയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതും വരാൻ പോകുന്ന സിനിമകളുടെ ചെറിയ LED ലൈറ്റിൽ പോസ്റ്ററൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ കഫേ അറ്റ് CNC എന്ന് പറയുന്ന ഒരു ചെറിയ കഫ്റ്റീരിയ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഒരു ഭാഗങ്ങളിൽ നമുക്ക് പബ്സ് എല്ലാ സംവിധാനങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. പോപ്കോണ്, അതേപോലെ ക്യാഷ് കൗണ്ടർ, നമുക്ക് വേണ്ട ചെറിയ ചെറിയ എല്ലാ സ്നാക്സും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളധികം തിയേറ്ററിലും കണ്ടുവരാത്ത ഒരു പ്രത്യേക സംവിധാനമാണ് ഇവിടെ ടൈൽസിൽ മനോഹരമായി തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതേപോലെ ഇവിടെ നമുക്കൊരു ചെറിയൊരു അക്വേറിയം വരാൻ പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. അതിനുള്ള സംവിധാനമൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഭാവിയിൽ അത് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും ടൈൽസ് നല്ല മനോഹരമായിട്ട് തന്നെ പാകിയിട്ടുണ്ട്. അതൊരു പ്രത്യേക രീതിയിലാണ്. സാധാരണ നമുക്ക് സോഫ സെറ്റും മരത്തിൻ്റെ സീറ്റുകളൊക്കെയാണ് നമ്മൾ കണ്ടുവരാറ്. പിന്നെ അടിയിലും നല്ല വൃത്തി തന്നെ ടൈൽസൊക്കെ പാകിയിട്ടുണ്ട്. ഏറ്റവും അവസാനം സ്ക്രീൻ 2 വരുന്നു, ഇവിടെ സ്ക്രീൻ 1 വരുന്നു. അങ്ങ് ഏറ്റവും അവസാനമാണ് 3ാമത്തെ സ്ക്രീനും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് സ്ക്രീൻ 1ൻ്റെ വിശേഷത്തിലേക്ക് പോയാലോ. അപ്പോൾ നമ്മൾ പുതിയ CNC തിരൂരിൻ്റെ സ്ക്രീൻ 1ൻ്റെ ഉൾഭാഗത്തേക്ക് കയറുന്ന സമയത്ത് ഇവിടെ എന്തൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല കേട്ടോ. നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്ക്രീൻ 1ൽ അങ്ങനെ എത്തി നിൽക്കുന്ന സമയത്ത് എൻ്റെ മച്ചാന്മാരെ അടിപൊളി എന്തൊക്കെയാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് കുറേ സംഭവങ്ങൾ ഓടിക്കളിക്കുന്നുണ്ട്. അടിപൊളി ഡിസൈനിലുള്ള ഓരോ സംരംഭങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വിശദമായ വിവരങ്ങളിലേക്ക് ചെന്ന് നോക്കിയാലോ. അപ്പോൾ ഈ സ്ക്രീനിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ശബ്ദത്തിനെ കുറിച്ചിട്ടും അതേപോലെ സീനിനെ കുറിച്ചിട്ടൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യം തന്നെ ഇൻറ്റീരിയറിലേക്ക് പോവാം. ഈ ഒരു ഭാഗങ്ങളിലേക്ക് നോക്ക്, എന്തോ ഒരു പ്രത്യേക ഡിസൈൻ നമ്മൾ ഇതുവരെ തിയേറ്ററിൽ കാണാത്തൊരു ഭംഗിയിലാണ് ഇവിടുത്തെ നമുക്കിവിടെ ഡിസൈൻ കാര്യങ്ങളൊക്കെ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഏറ്റവും ടോപ്പിലേക്ക് നോക്കുമ്പം LED സ്ട്രിപ്പുകൾ ഒരു 2 മീറ്ററിൽ LED സ്ട്രിപ്പുകൾ വിട്ട് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ലൈറ്റുകൾ ഇങ്ങനെ ഓടിക്കളിക്കുകയാണ്. ഇപ്പോൾ തിരമാലയൊക്കെ പോലെ അതേപോലെ ലൈറ്റുകൾ ഇങ്ങനെ ഓടിക്കളിക്കുന്ന ആ ഒരു ഭംഗിയിലാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ വൈറ്റ് ലൈറ്റ് സ്പോട്ട് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ നല്ല ബ്ലാക്ക് കളറിലാണ് കേട്ടോ. അതുകൊണ്ട് ഈ നീല LED സ്ട്രിപ്പുകളൊക്കെ നല്ല നീലയല്ല, അതിൽ പല കളറും വരുന്നുണ്ട്. അത് LED സ്ട്രിപ്പുകളൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട്. പിന്നെ അതൊരു വേവ് പോലെ ECGൻ്റെ വേവ് പോലെയാണ് നമുക്ക് ഇവിടെ ഒരു കളർ പാറ്റേൺ കൊടുത്തിരിക്കുന്നത്. അതും മനോഹരമായി തന്നെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല പിങ്ക് കളറുള്ള LED സ്ട്രിപ്പുകൾ ഒരു പ്രത്യേക ഡിസൈനിലൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇതുവരെ പോയ തിയേറ്ററിലൊന്നും ആ ഡിസൈൻ കണ്ടുവന്നിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ടൈൽസൊക്കെ വൈറ്റ് കളറുള്ള ടൈൽസൊക്കെ പാകി നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വരെ ടൈൽസ് ഇവിടെ പാകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടത്തേക്കൊരു കോഫി ബ്രൗൺ കളറുള്ള കാർപ്പറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടത്തേക്കും നല്ല ബ്ലാക്ക് ആഷ് കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു സംവിധാനമാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന് എന്താ ഈ പിങ്ക് കളറും കൂടെ ചേരുമ്പോൾ നല്ല മനോഹരമായി തന്നെ തോന്നും. പിന്നെ അതുപോലെ സ്പീക്കറുകൾ നമുക്കങ്ങനെ എടുത്ത് കാണുന്നില്ല. അത് ഈ കളർ കോമ്പിനേഷൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സീറ്റിലേക്ക് പോയാലോ. ഞാനിപ്പോൾ ഇരിക്കുന്നത് 2ാമത്തെ കാറ്റഗറിയിൽ പെടുന്ന സീറ്റാണ്.
ഇവിടെ മൊത്തം 3 കാറ്റഗറിയിൽ പെടുന്ന സീറ്റുകളാണ് ഈ ഓഡിറ്റോറിയത്തിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് ഒരു ഹെവി സീറ്റാണ്, പ്രീമിയം സീറ്റാണ് ഇത് വരുന്നത്. 200 രൂപയുടെ ടിക്കറ്റ് ചാർജ് വരുന്ന സീറ്റിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്. നമുക്ക് ഇവിടെ തന്നെ ഈ തലവെക്കുന്ന ഭാഗത്ത് നല്ലൊരു കുഷൻ ടൈപ്പ് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. CNC സിനിമാസ്, അതുപോലെ സീറ്റ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു അടിപൊളി സംവിധാനത്തിലാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓഡിറ്റോറിയം 1-ൽ നമ്മൾ ഏറ്റവും പുറകിൽ നമുക്ക് റിക്ലൈനർ സീറ്റ് എന്ന് കണ്ടാൽ 21ഓളം സീറ്റുകളാണ് റിക്ലൈനർ സീറ്റിന് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. CNC എന്നൊരു വൈറ്റ് ബാഡ്ജിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സീറ്റ് നമ്പർ ഒരു യെല്ലോ കളറും കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ USB ചാർജർ ഉണ്ട്, മൊബൈലൊക്കെ ചാർജ് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് അമർത്തി നമുക്ക് ഇരുന്ന് കിടന്നിങ്ങനെ സിനിമ കാണാൻ പാകത്തിനുള്ള ഒരു സംവിധാനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടിപൊളി സെറ്റപ്പാണ്. നമുക്ക് ഇവിടുന്ന് നല്ലൊരു ലുക്കാണ് ഇത്രയും വലിയ സ്ക്രീനിൽ സിനിമ കാണാമെന്ന് പറയുന്നത്. അപ്പം 21ഓളം സീറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു പ്രത്യേക സ്ഥലത്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും പുറകു വശമാണ്. അതുകൊണ്ട് നല്ലൊരു ആംബിയൻസ് ആട്ടോ സിനിമ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ റിക്ലൈനർ സീറ്റിൻ്റെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ് തൊട്ടടുത്തേക്ക് വരുമ്പം കളർ ചേഞ്ചൊക്കെ മാറുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 200 ആ ഒരു പ്രീമിയം ലുക്കിലുള്ള സീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ തൊട്ട് മുൻഭാഗത്തുള്ളതൊരു ബ്ലാക്ക് കോമ്പിനേഷനാണ് വരുന്നത്. അവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് നോർമൽ പുഷ് ബാക്ക് സീറ്റാണ്. 150 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പോൾ നമ്മളിത് 150 രൂപ ടിക്കറ്റ് ചാർജ് വരുന്ന CNCയുടെ ഈ ഒരു സീറ്റിൻ്റെ ഇതിലേക്ക് എത്തിയിരിക്കുകയാണ്. CNC അതേപോലെ തന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് കൊടുത്തിരിക്കുന്നത്. സിനിമാസ് യെല്ലോ കളറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ സീറ്റിൻ്റെ പ്രീമിയം സീറ്റാണെങ്കിലും ഇതിലാണെങ്കിലും വേറൊരു മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. നല്ല പ്രീമിയം ലുക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല അടിപൊളി പുഷ് ബാക്ക് സീറ്റാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ തന്നെ ലെഗ് സ്പേസും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ. ഇങ്ങനെ 3 കാറ്റഗറിയിൽ പെടുന്ന സീറ്റാണ് ഈ ഓഡിറ്റോറിയം 1-ൽ വരുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു ഓഡിറ്റോറിയത്തിൽ നമുക്ക് സൗണ്ട് സിസ്റ്റം ഏത് കമ്പനിയിൽ നിന്ന് അറിയണ്ടേ? നമുക്ക് ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സിസ്റ്റമാണ് ഈ ഓഡിറ്റോറിയത്തിൽ വരുന്നത്. ആ ഡോൾബി അറ്റ്മോസിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന സ്പീക്കേഴ്സ് എന്ന് പറയുന്നത് 18 സൗണ്ട് ഇറ്റലി എന്ന് പറയുന്ന കമ്പനീൻ്റെ സ്പീക്കേഴ്സാണ് സപ്പോർട്ട് ചെയ്യുന്നത്. 42 ചാനൽ ഡോൾബി അറ്റ്മോസാണ് ഈ ഓഡിറ്റോറിയത്തിൽ വരുന്നത്. പ്രൊജക്ഷൻ എന്ന് പറയുന്നത് 4K ക്രിസ്റ്റയുടെ ലേസർ പ്രൊജക്ഷനാണ് ഈ ഓഡിറ്റോറിയത്തിൽ വരുന്നത്. പിന്നെ ഈ ഓഡിറ്റോറിയത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് 46 അടിയോളം വരുന്ന വലിയൊരു നമുക്ക് സ്ക്രീനും കൂടെ, സിൽവർ സ്ക്രീനും കൂടെ നമുക്കിവിടെ കാണാവുന്നതാണ്. അതിൽ തന്നെ നമുക്ക് പഴയ കാലത്തുള്ള ഈ തിയേറ്ററിലൊക്കെ വരുന്ന പോലെ തന്നെ കർട്ടൻ റൈസ് ഇവിടെ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്ക്രീനിൻ്റെ തൊട്ട് താഴെയായിട്ട് 8ഓളം സബ് വൂഫറുകൾ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസിന് വേണ്ടിയിട്ട് ഈ ഹാളിൻ്റെ ഉള്ളിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, ഈ സപ്പോർട്ടിംഗ് സ്പീക്കറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സബ് വൂഫറും കൂടെ ഈ 2 ഭാഗങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും CNCയുടെ ആ ട്രെയിലറൊക്കെ കണ്ടില്ലേ?
ഇപ്പോൾ നമുക്ക് കാണാം 4K പ്രൊജക്ഷനിൽ ആ വർക്ക് ചെയ്യുന്ന സ്ക്രീനൊക്കെ ഉണ്ടല്ലോ, CNC സിനിമാസ് എന്നുള്ള അടിപൊളി നല്ല ഇൻട്രോ ആയിരുന്നു കേട്ടോ CNCയുടെ. അപ്പോൾ എനിക്കിത് കോപ്പിറൈറ്റ് അടിച്ചില്ല, ഞാൻ ഇൻട്രോ മൊത്തത്തിൽ ട്യൂൺ ഇടുന്നതാണ്. അപ്പം അടിപൊളിയിൽ 40ഓളം സ്പീക്കേഴ്സും അതേപോലെ 2 സബ് ബൂഫറും അതേപോലെ ഫ്രണ്ടിൽ 6ഓളം സബ് ബൂഫറൊക്കെ കൊടുത്ത് അടിപൊളി ശബ്ദ സംവിധാനം ഡോൾബി അറ്റ്മോസിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് സിനിമ നിർബന്ധമായും കണ്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഒരു കാര്യം പ്രത്യേകിച്ച് പറയാണ്ട്, നമുക്ക് ഈ ഓഡിറ്റോറിയത്തിൽ 2 വഴികൾ കൊടുത്തിട്ടുണ്ട്, കയറി പോകാനും കയറി വരാനും. അതേപോലെ എല്ലാ സംവിധാനത്തിനൊക്കെ ഒരു നല്ലൊരു രീതിയിൽ തന്നെയാണ് ഇവിടെ വഴികളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. എനിക്ക് ഇത്രയും വലിയ സ്ക്രീനിലൊക്കെ സിനിമ കാണുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക വൈബ് തന്നെ ആയിരിക്കും അല്ലേ. അത് തന്നെയാണ് ഈ CNC സിനിമാസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്ക്രീൻ 2ലേക്ക് കയറുന്ന സമയത്തെ CNCനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പഠിച്ച സമയത്താണ് നമുക്കൊരു കാര്യം മനസ്സിലായത്. മൊത്തത്തിൽ ഞെട്ടിയൊരവസ്ഥയിലാണ് ഞാനുള്ളത്. കാരണം നമ്മൾ സാധാരണ ഇതിലൊരു തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ സ്ക്രീൻ 1 ഏതാ ഡോൾബി അറ്റ്മോസ് ആയിരിക്കും ഒരുവിധം സ്ക്രീനിലൊക്കെ. സ്ക്രീൻ 2 എന്ന് പറയുന്നത് 7.1 ഡോൾബി ആയിരിക്കും. പക്ഷേ ഇവിടെ സ്ക്രീൻ 2-ലെത്തുമ്പോഴത്തേക്കും നമുക്ക് ഡോൾബി അറ്റ്മോസിന് കിടപിടിക്കുന്ന അതേ രീതിയിലുള്ള ശബ്ദ സംവിധാനമുള്ള പുതിയ ടെക്നോളജി ഉണ്ടല്ലോ, DTS-X എന്നുള്ളത്. അതാട്ടോ ഈ സ്ക്രീൻ 2 വരുന്നത്. നിങ്ങൾ ഞെട്ടിയില്ലേ? അപ്പോൾ ഓരോ സ്ക്രീനിലും വ്യത്യസ്തമായ രീതിയിലുള്ള ഡിസൈൻ കൊണ്ടുവരാൻ ഇവർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ നമുക്ക് ഇവിടെ തന്നെ സ്ക്രീൻ 2-ൽ കാണാവുന്നതാണ് കേട്ടോ. നമുക്കിവിടെ വാളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതിനുള്ളിൽ ബ്ലൂ കളറിലെ LED സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അത് മൊത്തത്തിൽ ഇവിടെ കൊടുത്തുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു നല്ലൊരു ലുക്കുള്ള ആംബിയൻസ് ആട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. നമുക്കിവിടെ സ്പീക്കേഴ്സും ഇവിടെ നമുക്ക് എടുത്ത് കാണാൻ പറ്റുന്നതല്ല, അത് ഇവിടുത്തെ കളർ പാറ്റേണിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. പിന്നെ അതേപോലെ ഇവിടെ DTS-X എന്ന ശബ്ദ സംവിധാനമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഡോൾബി 7.1 അല്ല, ഡോൾബി അറ്റ്മോസ് കഴിഞ്ഞാൽ DTS-X എന്ന ആ ശബ്ദ സംവിധാനമാണ് രണ്ടാമത്തെ സ്ക്രീനിൽ വരുന്നത് കേട്ടോ. നമുക്ക് 3 കാറ്റഗറിയിൽ വരുന്ന അതേ പാറ്റേണിൽ സ്ക്രീൻ 1-ൽ എങ്ങനെയാണോ സീറ്റിങ്ങിൻ്റെ പാറ്റേൺ പിന്തുടരുന്നത് അതേപോലെ തന്നെയാണ് സ്ക്രീൻ 2-ലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓഡിറ്റോറിയം 2-ൽ നിൽക്കുന്ന സമയത്ത് 221ഓളം സീറ്റുകളാണ് മൊത്തത്തിൽ ഈ ഓഡിറ്റോറിയത്തിൽ വരുന്നത് കേട്ടോ. 2 ഭാഗങ്ങളായിട്ട് വഴി കൊടുത്തിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു ഓഡിറ്റോറിയത്തിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ അതേപോലെ തന്നെയുള്ള ടിക്കറ്റ് ചാർജൊക്കെയാണ് ഇവിടെയും മൊത്തത്തിൽ വരുന്നത്. കണ്ടില്ലേ, ബ്ലാക്ക് നോർമൽ പുഷ് ബാക്ക് സീറ്റാണ് 150 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഇത് അങ്ങോട്ട് കുറച്ചും കൂടെ ഒരു പ്രീമിയം ലുക്കിലേക്ക് പോകുന്ന വേറൊരു സീറ്റാണ്, 200 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഏറ്റവും പുറകിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് റിക്ലൈനർ സീറ്റ് ഇവിടെ പുറകുവശത്ത് കൊടുത്തിട്ടുണ്ട്, അതിന് 350 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. നമ്മൾ തിയേറ്ററിൻ്റെ ഏറ്റവും പുറകിൽ നിന്നിട്ട് ഇതാ റിക്ലൈനർ സീറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് സിനിമ കാണുന്ന ആൾക്കാരൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് റിക്ലൈനർ സീറ്റിലൊക്കെ ഇരുന്ന് സിനിമ കാണാൻ ശ്രമിച്ചു നോക്കുക. അതിൻ്റെ ഫീൽ വേറെ തന്നെയാണല്ലോ. ഇവിടെ 18 സൗണ്ട് ഇറ്റലി എന്ന് പറയുന്ന കമ്പനീൻ്റെ സ്പീക്കേഴ്സാണ് DTS-X എന്ന ശബ്ദ സംവിധാനത്തിന് സപ്പോർട്ട് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. 28ഓളം സ്പീക്കേഴ്സാണ് ഈ ഓഡിറ്റോറിയത്തിൽ മൊത്തത്തിൽ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ സ്പീക്കേഴ്സിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സബ് വൂഫറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം 18 സൗണ്ട് ഇറ്റലി എന്ന് പറയുന്ന കമ്പനീൻ്റെയാണ്. നമുക്കിതിൻ്റെ വർക്കിംഗ് ഒക്കെ എങ്ങനെയാണെന്നുള്ളതൊന്ന് കണ്ടുവരണം. ഇവിടെ ഒരു ഫ്ലാറ്റ് സിൽവർ സ്ക്രീനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പുറത്തേക്കാട്ടും സ്ക്രീൻ 1-നേക്കാട്ടും കുറച്ചും കൂടെ ചെറിയൊരു സിൽവർ സ്ക്രീനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓഡിറ്റോറിയത്തിൽ നേരെ സ്ക്രീനിലേക്ക് നോക്കുന്ന സമയത്ത് 34 അടിയുടെ സിൽവർ സ്ക്രീനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2K പ്രൊജക്ഷൻ, അതും ഏത് കമ്പനീൻ്റെ അറിയോ? ക്രിസ്റ്റിയുടെ 2K പ്രൊജക്ഷനാണ്, അതും ലേസർ പ്രൊജക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ തന്നെ അവർ നമ്മളെ വെൽക്കം ചെയ്യുന്ന വെൽക്കം ടു CNC സിനിമാസ് എന്നുള്ള ഒരു ബാഡ്ജിങ് അവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സിനിമകളുടെ ഒരു പോസ്റ്ററൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ തൊട്ട് താഴെ 4K ഡോൾബി അറ്റ്മോസ്, RGB ലേസർ പ്രൊജക്ഷൻ, ട്രിപ്പിൾ ബീം 3D, 18 സൗണ്ട് ഇറ്റലി, ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ആപ്പ്, പിന്നെ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ആപ്പ്. ഇത്രയും സംവിധാനങ്ങളൊക്കെ ഇവരെ അഡ്വർടൈസ്മെൻറ്റിൽ ഇവിടെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്? ട്രെയിലറൊക്കെ എല്ലാവരും കണ്ടില്ലേ? DTS-Xൻ്റെ പുതിയ പരസ്യമൊക്കെ അടിപൊളിയായിരുന്നില്ലേ? തിരൂരിലൊക്കെ പല ബിസിനസ് ആവശ്യങ്ങൾക്കും പല ആൾക്കാരും വരുന്നുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഫ്രീ ഉള്ള സമയത്ത് ഈ തിരൂർ ഉള്ള CNC തിയേറ്റർ ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. നിർബന്ധമായും വിസിറ്റ് ചെയ്യാം. പിന്നെ ഈ സ്ക്രീൻ 1-ലും സ്ക്രീൻ 2-ലൊക്കെ സിനിമ കാണാൻ മാക്സിമം ശ്രമിക്കുക. രണ്ടും 2 എക്സ്പീരിയൻസ് ആണ്. ഒന്ന് ഡോൾബി അറ്റ്മോസും രണ്ടാമത്തെ സ്ക്രീനിൽ DTS-X എന്ന ശബ്ദ സംവിധാനവും. ഞാൻ നോക്കുമ്പം രണ്ടും 2 തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്.
അത് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല കേട്ടോ. കാരണം വെച്ചാൽ ഡോൾബി അറ്റ്മോസിൻ്റെ ഒരു ഫീൽ വേറെ തന്നെ, എക്സിൻ്റെ ഫീൽ വേറെ തന്നെ. അപ്പം രണ്ടിലും സിനിമ കാണാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. സ്ക്രീൻ 1ലും സ്ക്രീൻ 2വിലൊക്കെ വന്ന് സിനിമ കണ്ട പല ആൾക്കാരുണ്ടാവും. നിങ്ങൾക്ക് ഏത് സ്ക്രീനിലാണ് പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയായിട്ട് തോന്നിയതൊന്ന് പറയണേ. ഈ സ്ക്രീൻ 1ഉം സ്ക്രീൻ 2 ഒക്കെ അടിപൊളിയായതുകൊണ്ട് തന്നെ സ്ക്രീൻ 3 കാണാൻ നിർബന്ധമായും കാണണം. അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അങ്ങോട്ട് പോയാലോ. അപ്പോൾ 3ലെത്തിയിട്ടോ. 3ൽ നമുക്ക് നോക്കുമ്പം അടിപൊളി നല്ല ലൈറ്റോട് കൂടി കൊടുത്തിട്ട് തന്നെ ഒരു ബ്രൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്കിവിടെ. ഈ ഓഡിറ്റോറിയത്തിൽ മൊത്തത്തിൽ കയറുന്ന സമയത്ത് തന്നെ വൈറ്റ് ഗ്രീൻ ബൾബുകളുടെ ഒരു കോമ്പിനേഷൻ നമുക്ക് കാണാവുന്നത്. നമുക്ക് മൊത്തത്തിലൊന്നും പരിശോധിച്ചാലോ. അപ്പോൾ സ്ക്രീൻ 3ലെത്തിയിട്ടോ. സ്ക്രീൻ 3ൽ നിൽക്കുമ്പോൾ നമുക്കിതാ ഇൻറ്റീരിയറിലേക്ക് പോകുന്ന സമയത്ത് ഡയമണ്ട് കട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഗ്രീൻ ലൈറ്റുള്ള LED സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പണ്ടുള്ള ബെൻഡൻ കാർട്ടൂണൊക്കെ ഇല്ലേ, ആ ഒരു ലുക്കിലാണ് ഇവിടെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് ആഷ് കോമ്പിനേഷനാണ് വരുന്നത്. നല്ല വൃത്തിയിൽ തന്നെ എല്ലാം ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മുകളിലായിട്ട് ഗ്രീൻ വൈറ്റ് LED സ്പോട്ട് ലൈറ്റുകളൊക്കെ ഈ ഓഡിറ്റോറിയത്തിനെ വെളിച്ചത്തിൽ കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ട്. നല്ല ആംബിയൻസ് തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ 18 സൗണ്ട് ഇറ്റലി എന്ന് പറയുന്ന കമ്പനീൻ്റെ സ്പീക്കേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 7.1 ഡോൾബിയാണ് ഇവിടുത്തെ ശബ്ദ സംവിധാനം വരുന്നത്. 16ഓളം സ്പീക്കേഴ്സാണ് ഈ ഓഡിറ്റോറിയത്തിൽ മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് സ്ക്രീൻ 1ഉം സ്ക്രീൻ 2ൽ നിന്നും വ്യത്യസ്തമായി 2 കാറ്റഗറിയിൽപ്പെട്ട സീറ്റുകളായി കൊടുത്തിരിക്കുന്നുള്ളൂ. ഏറ്റവും പുറകിൽ പ്രീമിയം സീറ്റുകൾ, ഇങ്ങോട്ട് മുൻഭാഗത്തേക്ക് വരുന്ന സമയത്ത് നോർമൽ പുഷ് ബാക്ക് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഓഡിറ്റോറിയത്തിലും ഒറ്റ വഴിയല്ല 2 വഴി വിട്ടിട്ടുണ്ട്. ഇവിടെയാണ് വലിയ വഴി വരുന്നത്, അപ്പുറത്തെ ചെറിയ വഴിയും കൂടെ കൊടുത്തിട്ടുണ്ട്. ആ വഴികളിലൊക്കെ LED സ്ട്രിപ്പുകൾ അതിമനോഹരമായി ഡിസൈൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓഡിറ്റോറിയം 3 എന്ന് പറയുന്നത് 2K പ്രൊജക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഓഡിറ്റോറിയമാണ് വരുന്നത്. അതേപോലെ തന്നെ സിൽവർ സ്ക്രീനാണ്. സിൽവർ സ്ക്രീൻ എന്ന് പറയുന്നത് ഫ്ലാറ്റ് സിൽവർ സ്ക്രീനാണ്. എന്തായാലും സ്ക്രീൻ 1 ഡോൾബി അറ്റ്മോസ്, സ്ക്രീൻ 2 DTS:X, സ്ക്രീൻ 3 ഡോൾബി 7.1 ഈ 3 കാറ്റഗറിയിൽപ്പെട്ട ശബ്ദ സംവിധാനങ്ങളും ഈ CNCയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മസ്റ്റ് വാച്ച് ഇറ്റ്. അപ്പോൾ സ്ക്രീൻ 3ലെ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ? എന്തോ ഒരു കൗതുകകരമായ ഒരു പിക്ചർ കണ്ടാലോ. ഇതൊക്കെ ഇവിടെ പൂച്ചക്കുഞ്ഞിൻ്റെ 3D മോഡലൊക്കെ പൂച്ചക്കുഞ്ഞൊക്കെ വരച്ച് വെച്ചിരിക്കുന്ന അടിപൊളി സെറ്റപ്പിലാണല്ലേ. നമുക്ക് കാണുമ്പോൾ ഒരു ഓമനത്തൊക്കെ തോന്നുന്നുണ്ടല്ലോ. പിന്നെ അതേപോലെ തന്നെ സ്പൈഡർമാൻ്റെ ഒരു ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട്. ക്യാപ്റ്റൻ ഓഫ് അമേരിക്ക എന്ന ആ ഒരു സിനിമയുടെയും അതേപോലെ കാർട്ടൂണിൻ്റെയൊക്കെയുള്ള ചിത്രം അവിടെ 3D മോഡൽ, രണ്ടും 3D മോഡലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ വെറൈറ്റിയായി സംവിധാനം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മൊത്തത്തിലുള്ള ലോബി കാണുമ്പോൾ നമുക്ക് നല്ലൊരു ക്യൂട്ടായ ലോബിയാണ്. നമുക്കൊരു എന്താ പറയുക, ഒരു പ്രത്യേക ഫ്രഷ് മൈൻഡാണ് നമുക്കിതൊക്കെ കാണുമ്പം. കാരണം പുതിയ തിയേറ്ററിലൊക്കെ പുതിയ സംവിധാനങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അല്ലേ. അപ്പം 3 സ്ക്രീനുകൾ, 3 വ്യത്യസ്തമായ തിയേറ്റർ എക്സ്പീരിയൻസുകൾ. നിങ്ങൾ വന്ന് നിർബന്ധമായും ഈ സ്ക്രീനിലേക്ക് വന്ന് സിനിമ കാണുക. പുതിയ തിയേറ്റർ വിശേഷമായി അടുത്ത തവണ കാണാം.